മുതിർന്ന സിപിഐഎം നേതാവ് ജി സുധാകരനും പാർട്ടിയും തമ്മിലുള്ള ഭിന്നതകളിൽ പ്രതികരണവുമായി എഐസിസി ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എംപിയുമായ കെ.സി. വേണുഗോപാൽ രംഗത്ത്. സുധാകരൻ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെങ്കിലും അദ്ദേഹം തുറന്നു പറഞ്ഞത് തന്റെ അനുഭവങ്ങളാണെന്ന് കെ.സി. വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ജി സുധാകരൻ കേവലം ഒരു പാർട്ടി നേതാവ് മാത്രമല്ലെന്നും രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണെന്നും വേണുഗോപാൽ പുകഴ്ത്തി. അദ്ദേഹത്തിന്റെ പക്വതയും ദീർഘകാലത്തെ രാഷ്ട്രീയ അനുഭവ സമ്പത്തിനെയും ആർക്കും തള്ളിക്കളയാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സുധാകരൻ പാർട്ടി വിടുമെന്നോ കോൺഗ്രസിലേക്ക് വരുമെന്നോ ഉള്ള പ്രചാരണങ്ങളെ വേണുഗോപാൽ തള്ളി. നിലവിൽ സുധാകരനുമായി കോൺഗ്രസ് യാതൊരുവിധ രാഷ്ട്രീയ ചർച്ചകളും നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഭാവിയെക്കുറിച്ച് ജി സുധാകരൻ എന്തെങ്കിലും രാഷ്ട്രീയമായ തീരുമാനമെടുത്താൽ അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാം. ഇപ്പോൾ അദ്ദേഹം തന്റെ പാർട്ടിക്കുള്ളിലെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതിൽ ഇടപെടാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. സിപിഐഎമ്മിന്റെ ശൈലിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് വേണുഗോപാൽ കുറ്റപ്പെടുത്തി. പാർട്ടി പ്രവർത്തകരുടെയോ ജനങ്ങളുടെയോ വികാരം മാനിച്ചല്ല ഇപ്പോൾ ആ പാർട്ടി മുന്നോട്ട് പോകുന്നത്. സുധാകരനെ പോലെ നിരവധി പേർ അവിടെ വീർപ്പ് മുട്ടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിനെയും പിണറായി സർക്കാരിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള പത്രപരസ്യങ്ങൾക്കെതിരെയും വേണുഗോപാൽ ആഞ്ഞടിച്ചു. തകർന്ന പ്രതിച്ഛായ വീണ്ടെടുക്കാൻ സർക്കാർ പൊതുപണം ദുരുപയോഗം ചെയ്യുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ടെലിവിഷൻ സീരിയലുകൾക്കിടയിൽ പോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ് വരുന്നത്. ഇത്ര വലിയ ധൂർത്ത് മറ്റൊരു സർക്കാരിന്റെ കാലത്തും ഉണ്ടായിട്ടില്ലെന്നും ഇതിന് ജനങ്ങൾ മറുപടി നൽകുമെന്നും വേണുഗോപാൽ പറഞ്ഞു. അതേസമയം ജി സുധാകരനെ അനുനയിപ്പിക്കാൻ സിപിഎം സംസ്ഥാന നേതൃത്വം നേരിട്ട് രംഗത്തിറങ്ങി. പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന സുധാകരനെ തിരികെ സജീവമാക്കാനാണ് നീക്കം. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സുധാകരനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. സുധാകരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ച പരാതികൾ പരിഹരിക്കാനാണ് ഈ നീക്കം. വാർത്താ സമ്മേളനത്തിനിടെ സുധാകരനെ പരിഹസിച്ചുവെന്ന ആരോപണം ഗോവിന്ദൻ നിഷേധിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് താൻ ചിരിച്ചതെന്നും അത് വ്യക്തിപരമായ പരിഹാസമല്ലെന്നും അദ്ദേഹം സുധാകരനെ ധരിപ്പിച്ചു. മാധ്യമങ്ങൾ തന്റെ പ്രതികരണത്തെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും ഗോവിന്ദൻ പറഞ്ഞു. സുധാകരനെ പാർട്ടി ഇന്നും ബഹുമാനിക്കുന്നുണ്ടെന്നും മെമ്പർഷിപ്പ് പുതുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വരുന്ന തിരഞ്ഞെടുപ്പ് കാലയളവിൽ സുധാകരന് നിർണായകമായ ചുമതലകൾ നൽകാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉപയോഗപ്പെടുത്താനാണ് നീക്കം. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ കഴിഞ്ഞ ദിവസം സുധാകരനെ ഫോണിൽ വിളിച്ചുവെങ്കിലും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് ഇടപെട്ടത്. സുധാകരൻ പാർട്ടി വിടുമെന്ന ആശങ്ക സിപിഎമ്മിന് ഇല്ല. എങ്കിലും അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന് നേതൃത്വം ഭയപ്പെടുന്നു. ഗോവിന്ദന്റെ ഫോൺ വിളിക്ക് ശേഷം സുധാകരൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുമോ എന്നത് നിർണായകമാണ്. ഉപതിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ സുധാകരനെ പോലെ ഒരു നേതാവ് ഇടഞ്ഞു നിൽക്കുന്നത് പാർട്ടിക്ക് ഗുണകരമല്ല. അതുകൊണ്ടാണ് അതിവേഗത്തിലുള്ള ഈ അനുനയ നീക്കങ്ങൾ. സിപിഎമ്മിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കോൺഗ്രസ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ജി സുധാകരന്റെ ഓരോ നീക്കവും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി തുടരും.